നിങ്ങൾ ഈ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യും. ഈ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ കൺട്രിയാണ്, മെജോറിറ്റി ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അത് അവൻ്റെ ബ്രദേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യും. കാരണം അവിടെ നിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ മിഷണറിമാർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പല പ്രോജക്ട്സിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നില്ലേ, കാനഡയിൽ നിന്നില്ലേ, അമേരിക്കയിൽ നിന്നില്ലേ, ജർമ്മനിയിൽ നിന്നില്ലേ, എല്ലായിടത്തും ഉണ്ട്. അതാണ് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതൊക്കെ ഇത് വലിയ മാറ്റർ ചെയ്യുന്ന ഇഷ്യൂസാണ്. അപ്പം ഇതൊക്കെ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആണ്. അതിൻ്റെ നേതാവ് ആരാ? ട്രംപ്. സെക്കൻഡ് ലീഡർ ആരാ? മോദി. ഈ പറയുന്ന പ്രക്ഷോഭം നടത്തുന്ന ആരാ? റൈറ്റ് വിങ് ലീഡേഴ്സ്. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്, യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്കാരൻ ഗ്ലോബൽ ഇന്ത്യനായി. അവൻ ലോകത്തെല്ലായിടത്തും ജോലിയും മറ്റുള്ള പരിപാടിയും ജീവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങളിലൊക്കെ ഈ സംഭവം ഇന്ത്യയുടെ ലീഡേഴ്സ് ചില കാര്യങ്ങളുടെ ഈ പറയുന്ന റഷ്യൻ ക്രൂഡോ മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കും. അതാണ് ഇതിൻ്റെ കാര്യം. കാരണം നേരത്തെ ഇങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ആരാ ഇത് മൈൻഡ് ചെയ്യുന്നേ? ഇതൊന്നും എത്ര പേര് ഇത് അറിയും?